Good morning. ഓക്കെ, അപ്പൊ നമ്മള് ഡയറ്ററി സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ എടുത്തോണ്ടിരുന്നേ? ഡയറ്ററി സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ? ലാസ്റ്റ് ആയില്ലേ? നമ്മളത് എടുത്തിട്ട് കംപ്ലീറ്റ് ആയില്ലല്ലോ. ലാസ്റ്റ് ഒരു ഭാഗം കൂടി ഇല്ലേ? പ്രോബ്ലം സിറ്റുവേഷൻസ് കംപ്ലീറ്റ് ആയില്ലേ? പ്രോബ്ലം സിറ്റുവേഷൻസ് കംപ്ലീറ്റ് ആയി. പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഡയറ്ററി, അതല്ലേ എടുക്കേണ്ടത്? ആ ഭാഗമല്ലേ? ഓക്കെ, ശരി. വായിച്ചു നോക്കിയോ? കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഭാഗം വായിച്ചു നോക്കിയോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ആ ഒരു ഭാഗവും കൂടി പറഞ്ഞ് വേഗം കംപ്ലീറ്റ് ചെയ്യാം കേട്ടാ. ഈ ഒരു ചാപ്റ്റർ അതിനുശേഷം ഒരു ചാപ്റ്റർ തുടങ്ങുകയും ചെയ്യാം കേട്ടോ. അപ്പൊ പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഡയറ്ററി, അതിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പാലിക്കേണ്ട പോളിസികളും പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എളുപ്പമാട്ടോ, ഇത് പറയാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമാണ്. Dietitian is liable for the quality and quantity of food items. അപ്പൊ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അവിടെ ഉണ്ടാക്കുന്ന ഫുഡിന്റെ ക്വാളിറ്റി ആയിക്കോട്ടെ ക്വാണ്ടിറ്റി ആയിക്കോട്ടെ, അതിൽ ആരാണ് അതിന്റെ ബാധ്യസ്ഥത വഹിക്കേണ്ടത്? ആരാ വഹിക്കേണ്ടേ? അത് കൃത്യമായിട്ട് ഉണ്ടാക്കാനുള്ള റെസിപ്പീസും പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആരാ? ഡയറ്റീഷ്യൻ അല്ലേ? അപ്പൊ അദ്ദേഹമല്ലേ അതിന്റെ ബാധ്യസ്ഥത ഉണ്ടാവേണ്ട ആള് അല്ലെ? ലയബിലിറ്റി എന്ന് പറഞ്ഞ ബാധ്യസ്ഥത അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്നർത്ഥം. അപ്പൊ ഡയറ്റീഷ്യൻ ആണ് ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്. ആ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന ഫുഡിന്റെ ഐറ്റംസിന്റെ ക്വാളിറ്റി ആണെങ്കിലും അതിന്റെ ക്വാണ്ടിറ്റിയിലാണെങ്കിലും ആരായിരിക്കണം റെസ്പോൺസിബിൾ ആയിരിക്കേണ്ടത്? ഒരു ഡയറ്റീഷ്യൻ ആയിരിക്കണം. ക്ലിയർ അല്ലേ? ഫസ്റ്റ് പോയിന്റ് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഓക്കെ അല്ലേ ആ ഒരു ഫസ്റ്റ് പോയിന്റ്? രണ്ടാമത്തെ പോയിന്റ്, പവേഴ്സ് ഓഫ് എമർജൻസി പർച്ചേസസ് ഷുഡ് ബി ഗിവൺ ടു ദ ഓഫീസർ ഇൻ ചാർജ്. ഇനി ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ ഉള്ള സാധനങ്ങൾ വാങ്ങി വെച്ചു. ചില സാധനങ്ങൾ ഇടയ്ക്ക് തീർന്നു പോവാറില്ലേ? എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ തീർന്നു പോയില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത് നിന്ന് ലോക്കൽ പർച്ചേസ് നടത്തും അല്ലെ? തൊട്ടടുത്ത് നിന്ന് ലോക്കൽ പർച്ചേസ് നടത്തും. അപ്പൊ ഇവിടെയും അതുപോലെ സംഭവിക്കാമല്ലോ. സാധനങ്ങൾ തീർന്നു പോവാം അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ സാധനങ്ങൾ തീർന്നു പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വരുമ്പോ അത്തരത്തിലുള്ള എമർജൻസി പർച്ചേസുകളാണ് അതൊക്കെ അല്ലെ? ഇപ്പൊ ഉടനെ ഒരു ആവശ്യമാണല്ലോ. അപ്പൊ എമർജൻസി പർച്ചേസുകളാണ്. അപ്പൊ അങ്ങനെയുള്ള പർച്ചേസ് ഒക്കെ ചെയ്യാനുള്ള ഒരു അധികാരം ആർക്ക് കൊടുക്കണം എന്നാ പറയുന്നത്? ഓഫീസർ ഇൻചാർജ്. അപ്പൊ ആരാണോ ഇൻചാർജിലുള്ള ഓഫീസർ അദ്ദേഹത്തിന് ചെയ്യാനുള്ള അനുവാദം കൊടുക്കണം. മനസ്സിലായോ? രണ്ടാമത്തത് മനസ്സിലായോ? പവേഴ്സ് ഓഫ് എമർജൻസി പർച്ചേസസ് ഷുഡ് ബി ഗിവൺ ടു ദ ഓഫീസർ ഇൻചാർജ്. എപ്പോഴും അവിടെ ആരാണോ ഇൻചാർജിലുള്ള ഓഫീസർ അദ്ദേഹത്തിന് ആ എമർജൻസി പർച്ചേസുകൾ ചെയ്യാനുള്ള അനുമതി അല്ലെങ്കിൽ അധികാരം നൽകുന്നു. മൂന്നാമത്തത്, എ ടീം കൺസിസ്റ്റിംഗ് ഓഫ് 3 to 4 members ഷുഡ് ഇൻസ്പെക്ട് ദ ഫുഡ് ഐറ്റംസ് റിസീവ്ഡ്. ഇപ്പൊ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള അതല്ലെങ്കിൽ നമ്മൾ ഫുഡ് തയ്യാറാക്കിയിട്ടുള്ള ഫുഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത് നമുക്ക് ഡെലിവറി ചെയ്യുന്ന സാധനങ്ങളായിക്കോട്ടെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫുഡ് ഐറ്റംസ് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന ആ ഒരു ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളായിക്കോട്ടെ, അതൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 or 4 members അടങ്ങിയ ടീമുകളെ രൂപീകരിക്കുക. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി നടത്തണം അവിടെ, അല്ലാതെ തോന്നിയ പോലെയല്ല. അപ്പൊ 3 or 4 members അടങ്ങിയ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യും. അവരാണ് കൃത്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ,
കൃത്യമായിട്ട് അവിടെ എല്ലാ റെസിപ്പീസും ഓരോ പേഷ്യൻസിനും കൊണ്ടുപോകുന്നുണ്ടോ അല്ലെങ്കിൽ വിതരണം നടക്കുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത വന്നിരിക്കുന്ന സാധനങ്ങൾ കൃത്യമായിട്ടുള്ള എമൗണ്ട് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഉണ്ടോ ഇതൊക്കെ പരിശോധിക്കണ്ടേ. അപ്പൊ അതിനു വേണ്ടി ഒരു 3-4 മെമ്പേഴ്സ് അടങ്ങിയ ഒരു ടീമിനെ രൂപീകരിക്കുക. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? നാലാമത്തത് എവരിത്തിങ് ഷുഡ് ബി കറക്റ്റ്ലി മെയിൻറ്റൈൻഡ് ആൻഡ് ക്ലീൻ. ആ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. വൃത്തിയും അതുപോലെ തന്നെ എല്ലാവരും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം കേട്ടോ. Then അടുത്തത് പറയുന്നത് പ്രോപ്പർ സാനിറ്റേഷൻ ആൻഡ് ക്ലീൻലിനെസ് ദാറ്റ് ഇൻക്ലൂഡ് റൊഡന്റ് കൺട്രോൾ മെഷേഴ്സ് ഷുഡ് ബി നോട്ടീസ്ഡ്. എന്താണ് റൊഡന്റ് കൺട്രോൾ? റൊഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എലി ശല്യങ്ങള് അല്ലെ, നമ്മുടെ വീടുകളിലും സ്റ്റോറുമായി ബന്ധപ്പെട്ട എലി മറ്റു രീതിയിലുള്ള അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇൻസെക്ട്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലെ, ഉണ്ടാകാറില്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള റൊഡന്റ് കൺട്രോൾ മെഷേഴ്സ് അല്ലെങ്കിൽ എലി ശല്യങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിന്റെയൊക്കെ ശല്യമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി അതൊക്കെ കൃത്യമായിട്ട് നോട്ടീസ് ചെയ്ത് കൃത്യമായിട്ട് അത് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് അത് വരാതിരിക്കാനുള്ള നടപടികൾ ആ ഒരു വൃത്തി എപ്പോഴും വൃത്തി അല്ലെ, എപ്പോഴും നമ്മൾ ക്ലീൻ ആൻഡ് നീറ്റ് ആക്കിയിരുന്ന സ്ഥലത്തൊന്നും ഇതിന്റെ ശല്യങ്ങൾ കുറവായിരിക്കില്ലേ. അപ്പൊ എപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള സാനിറ്റേഷൻ ശുചിത്വവും വൃത്തിയാക്കലും ഒക്കെ എപ്പോഴും നടത്തി ഇത്തരത്തിലുള്ള റൊഡന്റ് കൺട്രോൾ എലി ശല്യത്തേക്ക് കൃത്യമായിട്ട് നമുക്ക് നിയന്ത്രിക്കാനുള്ള മെഷേഴ്സ് എന്ത് ചെയ്യാം, അവിടെ സ്വീകരിക്കുക. ക്ലിയർ ആണല്ലോ? Then അടുത്തത് supervisory staff should be ready in the patient kitchen throughout all working hours and the work schedule should be arranged properly. അതുപോലെ തന്നെ ഇത് നമ്മുടെ ക്യാൻറ്റീൻ്റെ മുതലായിട്ടുള്ള ഈ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന് ഒരു വർക്ക് ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. അത് ഓരോ ഹോസ്പിറ്റലിന് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അത് ഇത്ര സമയം എന്ന് പറയില്ല, ഇന്ന രാവിലെ ഇന്ന സമയം മുതൽ വൈകിട്ട് അല്ലെങ്കിൽ രാത്രി ഇന്ന സമയം വരെയല്ലേ അവർ പ്രവർത്തിക്കുള്ളൂ. 24 hours പ്രവർത്തിക്കോ? ഇല്ല അല്ലെ. അപ്പൊ അവർക്കൊരു കൃത്യമായിട്ടുള്ള വർക്ക് ഷെഡ്യൂൾ അറേഞ്ച് ചെയ്യാം. അവിടുത്തെ എംപ്ലോയീസിന് ഒരു കൃത്യമായ വർക്ക് ഷെഡ്യൂൾ അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ വർക്കിംഗ് അവേഴ്സിൽ ഉടനീളം എപ്പോഴും ആ പേഷ്യൻസിന്റെ ആ ഒരു കിച്ചൺ കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാഫ്സ് എപ്പോഴും അവിടെ അവൈലബിൾ ആയിരിക്കണം. സൂപ്പർവൈസറി സ്റ്റാഫ് എപ്പോഴും ആ കിച്ചൺ കൃത്യമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മേൽനോട്ടം വഹിക്കാനായിട്ട് ആ വർക്കിംഗ് അവേഴ്സിൽ ഉടനീളം അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട വർക്ക് ഷെഡ്യൂൾ കൃത്യമായിട്ട് നമ്മള് അറേഞ്ച് ചെയ്യണം. അവിടുത്തെ എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ കൃത്യമായിട്ടുള്ള വർക്ക് ഷെഡ്യൂളും അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ അല്ലേ? Then the ward should be visited by a dietitian every day. എല്ലാ ദിവസവും ഡയറ്റീഷ്യൻ വാർഡ് സന്ദർശിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ഇവർ ഈ ഫുഡ് കഴിക്കുന്നത് വഴി അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാവണ്ടേ. ഇപ്പൊ ചിലർക്ക് ചില ഭക്ഷണങ്ങൾ ചിലപ്പോ അത്ര അധികം പറ്റാത്തതുണ്ടാകാം അല്ലെ. അപ്പൊ അതൊക്കെ തുറന്ന് പറയാനും അത് മനസ്സിലാക്കാനും അവർക്ക് അതിനനുസരിച്ച് ചിലപ്പോ പറ്റാത്ത ഭക്ഷണങ്ങളാണെങ്കിൽ അതിനനുസരിച്ച് മറ്റൊരു ഡയറ്റ് ഫോളോ ചെയ്യാനും അതിലെ കണ്ടൻസുകൾ വ്യത്യാസം വരുത്താനും ഒക്കെ ഡെയിലി എവരിഡേ എന്ത് ചെയ്യണം? ഡയറ്റീഷ്യൻസ് വാർഡ് സന്ദർശിച്ചിരിക്കണം. Then service timing should be determined. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ സേവന സമയം എത്ര മണി മുതൽ എത്ര മണി വരെയാണെന്ന് നിർണ്ണയിക്കണം. അതുപോലെ തന്നെ നഴ്സസ് ഷുഡ് എക്സാമിൻ ആൻഡ് ഓവർസീ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൽസ് ഇൻ ദി വാർഡ്. അപ്പൊ വാർഡില് ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുമ്പോൾ നഴ്സസ് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അത് പരിശോധിക്കുകയും മേൽനോട്ടം വഹിക്കുകയും വേണം. വേണ്ടേ? ഓരോരുത്തർക്കും തയ്യാറാക്കിയിട്ടുള്ള നൽകുന്ന ഭക്ഷണങ്ങള് അത് അവരവരുടെ ഡയറ്റ് പ്ലാനിന് അനുസരിച്ചാണ് തയ്യാറാക്കിയിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ടുള്ള ആളുകൾക്കാണോ ലഭിക്കുന്നത്? ഇതൊക്കെ മനസ്സിലാക്കണ്ടേ അല്ലെങ്കിൽ നോക്കണ്ടേ? അപ്പൊ അത് ആ നേഴ്സാണ്, ആ വാർഡിലെ നേഴ്സാണ് ആ ഒരു കൃത്യമായിട്ട് ആ മീൽസ് അവിടെ വാർഡ്സിൽ വിതരണം ചെയ്യുന്നുണ്ടോ, അതെല്ലാവർക്കും കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടോ അത് പരിശോധിക്കേണ്ടതും മേൽനോട്ടം വഹിക്കേണ്ടതും. ക്ലിയർ ആണോ? പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് ക്ലിയർ ആണോ? ഇനി മിസ് അത് റിപ്പീറ്റ് ചെയ്യണോ? ഒന്ന് വേഗം വായിച്ചു നോക്കിയേ, കിട്ടാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
ഓക്കെ, ശരി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി നമ്മള് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ഡയാലിസിസ് സർവീസ് കേട്ടോ. ഡയാലിസിസ് സർവീസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി ഒരുപാട് ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാനൊന്നും ഇല്ലല്ലോ. ഈ ചാപ്റ്റർ മാത്രമേ ഉണ്ടായുള്ളൂ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ബാക്കിയൊക്കെ ടീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല. ശരി. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഡയറ്ററി സർവീസ് ചാപ്റ്റർ പഠിച്ചില്ലേ? എളുപ്പമായിരുന്നില്ലേ ആ ചാപ്റ്റർ? എളുപ്പമായിരുന്നില്ലേ? എളുപ്പമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള കാര്യങ്ങളൊക്കെ അല്ലേ പറയുന്നത്. ഇവിടെ അതേപോലെയൊക്കെ തന്നെയാട്ടാ. കുറച്ച് ടേംസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ വന്ന ചാപ്റ്റർ ആണ്. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലൊക്കെ മറന്നു പോവില്ല കേട്ടോ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാല്. അപ്പൊ ഡയാലിസിസ് സർവീസ് എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ അറിയാം നമ്മൾ മെയിൻ ആയിട്ട് ഡയാലിസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാം. ഡയാലിസിസിന്റെ പല ടൈപ്പുകളുണ്ട്. അതുപോലെ അതിന് ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വളരെ ബ്രീഫ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ നോക്കാമല്ലോ. നോക്കാം. ഡയാലിസിസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏത് ഓർഗനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഏത് ഓർഗനുമായി ബന്ധപ്പെട്ട? കിഡ്നി അല്ലെ. അപ്പൊ ഇവിടെ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ എടുത്ത് കൊടുത്തിരിക്കുന്നത് the kidneys are the organs that purify the blood by removing waste and excess fluid from your body. അല്ലെ, നമ്മുടെ കിഡ്നി, നമ്മുടെ ബോഡിയിലുള്ള കിഡ്നി എന്ന് പറയുന്ന ഓർഗൻ അല്ലെങ്കിൽ അവയവമാണ് നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നതും ബ്ലഡിലുള്ള വേസ്റ്റസും എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് അല്ലെ, അമിതമായിട്ടുള്ള ഫ്ലൂയിഡ്സും ഒക്കെ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്ത് നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗനാണ് കിഡ്നി എന്ന് പറയുന്നത്. ദിസ് വേസ്റ്റ് ഈസ് സെൻഡ് ടു ദ. ഇനി ഇങ്ങനെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നു, അതിലുള്ള വേസ്റ്റും എക്സസ് ആയിട്ടുള്ള നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡും ഒക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഈ റിമൂവ് ചെയ്ത വേസ്റ്റും കാര്യങ്ങളും ഫ്ലൂയിഡും ഒക്കെ എവിടെയാ സെൻഡ് അല്ലെങ്കിൽ എവിടേക്കാ സെൻഡ് ചെയ്ത് വിടുന്നത്? എവിടേക്കാണ്? ബ്ലാഡർ അല്ലെ, യൂറിനറി ബ്ലാഡറിലേക്ക് അല്ലെ. അപ്പൊ അങ്ങനെ യൂറിനറി ബ്ലാഡറിൽ എത്തുന്നു. അതിനുശേഷം നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് അത് എലിമിനേറ്റ് ചെയ്ത് പുറത്തേക്ക് പോവാണ് ചെയ്യാം അല്ലെ. ആണോ? ഡയാലിസിസ് ഈസ് എ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് remove extra fluid and waste products from blood when the kidneys are not able to do. എന്താണ്? നമ്മുടെ കിഡ്നി പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേറെ ആരുടെങ്കിലും സഹായം വേണോ? നമ്മുടെ ബോഡിയിലെ വേസ്റ്റസോ കാര്യങ്ങളോ റിമൂവ് ചെയ്യാനായിട്ട് വേണോ? വേണ്ട. പക്ഷെ നമ്മുടെ കിഡ്നി പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ കിഡ്നിക്ക് ഇതുപോലെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ആ സന്ദർഭങ്ങളിൽ നമ്മുടെ ബോഡിയിലെ നമ്മുടെ ബ്ലഡിലെ വേസ്റ്റസിനെയും എക്സ്ട്രാ ഫ്ലൂയിഡ്സിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ മിസ് പറയുന്നത്? ഡയാലിസിസ് വാസ് first used effectively in 1940s and became a standard treatment of kidney failure starting in the 1970s. Following this, millions of patients have been benefited by this treatment. അപ്പൊ ഈ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് എഫക്റ്റീവ് ആയിട്ട് വന്നത് 1940-കളിലാണെങ്കിൽ പോലും ഒരു കിഡ്നി ഫെയിലിയറിന് വേണ്ടി ഒരു നല്ല സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് ഇത് മാറിയത് 1970-കളിലായിരുന്നു. അതിന് തുടർച്ചയായിട്ടുള്ള ഒരുപാട് പേഷ്യൻസ് ഈ ഒരു ട്രീറ്റ്മെന്റ് വഴി, മില്യൺസ് ഓഫ് പേഷ്യൻസിന് ഈ ഒരു ട്രീറ്റ്മെന്റ് വഴി പ്രയോജനങ്ങളും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? കിഡ്നി അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. വിച്ച് ഓർഗൻ പ്യൂരിഫൈ ദ ബ്ലഡ് എന്ന് ചോദിക്കാറുണ്ട്. ഏത് ഓർഗനാ? കിഡ്നിയാണ് കേട്ടോ. അപ്പൊ കിഡ്നി നമ്മുടെ ഓർഗൻസിനെ, നമ്മുടെ ബ്ലഡിനെ, നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നു. അതിലെ എന്താണ് വേസ്റ്റസും എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സും ഒക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ ബോഡിയിലെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗനാണ് കിഡ്നി എന്ന് പറയുന്നത്. ഇങ്ങനെ പ്യൂരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന വേസ്റ്റസും മറ്റു ഫ്ലൂയിഡ്സും ഒക്കെ യൂറിനറി ബ്ലാഡറിലേക്ക് സെൻഡ് ചെയ്യുന്നു. അത് നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യും. ഇനി ഡയാലിസിസ് എന്ന് പറയുന്നത് ഇസ് എ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ്. എന്തിനു വേണ്ടിയിട്ടാ? that remove extra fluid and waste products from blood when the kidneys are not able to. എന്താ? നമ്മുടെ കിഡ്നിക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോ നമ്മുടെ ബോഡിയിലെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാനും
എക്സ്ട്രാ ഫ്ലൂയിഡ്സും വേസസിനെയും റിമൂവ് ചെയ്യാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഡയാലിസിസ്. ഈ ഡയാലിസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ആദ്യമായിട്ട് എഫക്റ്റീവ് ആയിട്ട് വന്നത് 1940-കളിലാണെങ്കിൽ എങ്കിൽ പോലും ഒരു കിഡ്നി ഫെയിലിയറിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് അത് മാറിയത് 1970-കളിലായിരുന്നു. അതിനെ തുടർന്നുണ്ടാകുന്ന ഒരുപാട് മില്യൺസ് ഓഫ് പേഷ്യൻസിന് ഈ ഒരു ട്രീറ്റ്മെന്റ് വഴി പ്രയോജനവും ലഭിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ ഫസ്റ്റ് പാരഗ്രാഫ്? ക്ലിയർ ആണോ? ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് നോക്കിയേ. Dialysis can be done in a hospital, a dialysis center, or at home. The doctor will determine which type of dialysis are the best place based on medical condition. The length of dialysis treatment relay body size, the amount of waste in the body, and the present state of health. ഒരു ഡയാലിസിസ് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്നതുണ്ട്, ഡയാലിസിസ് സെന്ററിൽ പോയി ചെയ്യാൻ പറ്റുന്നതുണ്ട്, അല്ലെങ്കിൽ അറ്റ് ഹോം വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഡയാലിസിസും ഉണ്ട്. അപ്പൊ അത് എപ്പോഴും ഇവർക്ക് ഈ പേഷ്യന്റിനെ ഏത് തരത്തിൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയി ചെയ്യണോ, അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് സെന്ററിൽ പോയി ചെയ്യണോ, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാ തീരുമാനിക്കുന്ന? പേഷ്യന്റ് ആണോ? അല്ല, അവര് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ അല്ലേ? ഡോക്ടർ വിൽ ഡിറ്റർമൈൻ വിച്ച് ടൈപ്പ് ഓഫ് ഡയാലിസിസ്, ഏത് തരത്തിലുള്ള ഡയാലിസിസ് നിങ്ങൾക്ക് ചെയ്യണം, എവിടെയാണ് അത് ചെയ്യാനുള്ള ബെസ്റ്റ് പ്ലേസ് അല്ലെ? അതെല്ലാം ആ പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ഡോക്ടറാണ് നിർണ്ണയിക്കുക. അതുപോലെ തന്നെ എത്ര സമയം ഇടവിട്ടായിരിക്കണം നമ്മൾ ഡയാലിസിസ് ട്രീറ്റ്മെന്റ്? ചിലർ ഒന്നിടവിട്ട്, ഇപ്പൊ ഇന്ന് ചെയ്താൽ നാളെ അല്ലെ മറ്റൊന്ന് പോയി ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ ചിലർക്ക് ഡെയിലി ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ പേഷ്യൻസിന്റെയും അവരുടെ ബോഡി സൈസ്, അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്ന എമൗണ്ട് ഓഫ് വേസ്റ്റ്, അതിന്റെയൊക്കെ അപ്പൊ അവരുടെ പ്രസന്റ് ഹെൽത്ത്, നിലവിലുള്ള ആരോഗ്യസ്ഥിതി മുതലായ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ആ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത്തും തീരുമാനിക്കുക. ക്ലിയർ ആണോ? ഇത് സിമ്പിൾ അല്ലേ? പഠിക്കാൻ എളുപ്പമുള്ള കാര്യമല്ലേ? നമ്മൾ പണ്ട് ബയോളജി ക്ലാസ്സുകളിലൊക്കെ പഠിച്ച പോലെയുള്ള കുറച്ച് ചാൻസുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു 2 പാരഗ്രാഫ് ഒന്ന് വായിച്ചിട്ട് റിപ്ലൈ ചെയ്യണേ. അതിനുശേഷം അടുത്തത് പറഞ്ഞുതരാം. കഴിഞ്ഞോ? ഓക്കെ, ശരി. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ഡയാലിസിസിന്റെ യൂസസ് ആണ് കേട്ടോ. ഡയാലിസിസ് ബെനിഫിഷ്യൽ ഫോർ 2 ഡിഫറെന്റ് സിറ്റുവേഷൻ. 2 പ്രധാനപ്പെട്ട സിറ്റുവേഷൻസിലാണ് ഡയാലിസിസ് പ്രയോജനകരമാവുന്നത്. അല്ലാതെ എല്ലാ പേഷ്യൻസിനും നമ്മൾ ഡയാലിസിസ് ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഇല്ല, ചില പ്രത്യേക സിറ്റുവേഷനിൽ വരുന്ന പേഷ്യൻസ് ആണ്. അപ്പൊ ഇവിടെ 2 സിറ്റുവേഷൻ ആണ് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത്. ഒന്നാമത്തത്, ഡയാലിസിസ് മേ ബി യൂസ്ഡ് ഫോർ പേഷ്യന്റ് who have recently lost kidney function, that is acute renal failure. അതായത് ഇവിടെ ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് who have recently lost kidney function, അടുത്തിടെ അല്ലെങ്കിൽ പെട്ടെന്ന് അവരുടെ കിഡ്നി പ്രവർത്തനങ്ങൾ നഷ്ടമായി പോയിട്ടുള്ള പേഷ്യൻസിന്. അതാണ് അക്യൂട്ട് എന്ന് പറയുന്നത്. അക്യൂട്ട് എന്ന് എപ്പോഴും പറയുന്നത് പെട്ടെന്ന് അല്ലെങ്കിൽ സഡൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുമ്പോൾ അവരുടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് അല്ലെങ്കിൽ അടുത്തിടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്തെങ്കിലും പ്രത്യേക കാരണത്താൽ നഷ്ടമായിരിക്കും. ഇപ്പൊ ചില ആളുകളുടെ ഇപ്പൊ എലിപ്പനിയോ പാമ്പ് കടിയേറ്റാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആന്റിബയോട്ടിക്സുമായി ബന്ധപ്പെട്ട് മെഡിസിന്റെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് മൂലമോ ഒക്കെ ചിലപ്പോ പെട്ടെന്ന് എന്തെങ്കിലും എന്താണ് സൈഡ് എഫക്ട്സ് വഴിയൊക്കെ പെട്ടെന്ന് അവരുടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ നിലച്ചു പോയേക്കും.
അത് പക്ഷേ ടെമ്പററി ആണ് കേട്ടോ. താൽക്കാലികമായിട്ട് കുറച്ച് സമയത്തേക്കെങ്കിലും അവരുടെ കിഡ്നി പ്രവർത്തനങ്ങൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷനെയാണ് നമ്മൾ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവര് കണ്ടിന്യൂസ് ആയിട്ട് കിഡ്നി പേഷ്യൻസ് ആയിരുന്നില്ല എന്ന്. മനസ്സിലാവുന്നോ? നോർമൽ ആയിട്ടുള്ള ഒരാളായിരുന്നു. അവർക്ക് കിഡ്നി പരമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. പെട്ടെന്ന് എന്തെങ്കിലും ഇത്തരത്തിലുള്ള കാരണങ്ങളാൽ ഇപ്പൊ ഒരു പാമ്പകടിയേറ്റു, പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു കാരണത്താൽ പെട്ടെന്ന് അവരുടെ കിഡ്നിയിലെ പ്രവർത്തനങ്ങൾ നഷ്ടമാവുക അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ? ഇല്ലേ? അത്തരത്തിലുള്ള പേഷ്യൻസ് ആണ് നമ്മള് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. അതിന്റെ വേറെ പേരും ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഇനി പഠിക്കാം. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. കാര്യം ക്ലിയർ ആയോ? അപ്പൊ അത്തരത്തിലുള്ള ഒരു പേഷ്യന്റ് വരുമ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് സീരിയസ് ആണെങ്കിൽ ഡയാലിസിസ് ചെയ്യേണ്ടി വരില്ലേ? അവര് നോർമലിലേക്ക് വരുന്നത് വരെയെങ്കിലും ചെയ്യേണ്ടി വരില്ലേ? വരും അല്ലെ? ഇനി രണ്ടാമത്തെ കേസ് അപ്പൊ എന്തായിരിക്കും? ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള കാരണത്താല. മറ്റേതോ പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ അല്ലെ? യൂസ്ഡ് ഫോർ പേഷ്യൻസ് ഹു ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി. അതെ, വിട്ടുമാറാത്ത അല്ലെങ്കിൽ എന്താണ് പൂർണ്ണമായിട്ടും സ്ഥിരമായിട്ട് അവരുടെ കിഡ്നി പ്രവർത്തനങ്ങൾ നഷ്ടമായിരിക്കുന്നു. അത് ശരിക്കും ഒരു കിഡ്നി രോഗമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് കുറെ നാളായിട്ട് കിഡ്നിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസിൽ നിന്ന് കൂടി ലാസ്റ്റ് അവരുടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ നഷ്ടമാവുന്ന പെർമനന്റ്ലി ലോസ് ആവുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ക്ലിയർ ആണോ? അതിനെയാണ് ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ അതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അക്യൂട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്നതാണ്, സഡൻ ആയിട്ട് ഉണ്ടാവുന്ന എന്തെങ്കിലും കാരണങ്ങളാൽ അവരുടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അത് ടെമ്പററി ആണ്, നമ്മളെ താൽക്കാലികമാണ് കേട്ടോ. അത് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളോ കാര്യങ്ങളോ നമ്മൾ കൊടുത്താൽ നമുക്ക് അവരെ റിക്കവർ ചെയ്ത് നോർമൽ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ അങ്ങനെയാണോ? നമ്മൾ ട്രീറ്റ്മെന്റ് എത്ര കൊടുത്താലും അവർ നമ്മുടെ കിഡ്നി അതിന്റെ പ്രവർത്തനങ്ങൾ പിന്നെ തിരികെ കൊണ്ടുവരാൻ പറ്റോ? ഇല്ല. കാരണം അത് എന്ത് ചെയ്തു? കാലങ്ങളായിട്ട് അവർക്ക് വന്നിരിക്കുന്നതാണ് അല്ലെ? പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വന്നതല്ല. കുറെ അധികം നാളായിട്ട് അവർക്ക് കിഡ്നി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അത് കൂടി പെർമനന്റ് ആയിട്ട് അവരുടെ കിഡ്നി ലോസ് ആയി, ഫങ്ഷൻസ് ലോസ് ആയി. ക്ലിയർ ആണോ അത്? അപ്പൊ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് സ്റ്റേജുകളിലുമാണ് പ്രധാനമായിട്ടും ഡയാലിസിസ് ആവശ്യമായി വരുന്ന രണ്ട് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ തന്നെയാണ് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്ത് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഏതായിരുന്നു പറഞ്ഞേ? അക്യൂട്ട് റീനൽ ഫെയിലിയർ അല്ലേ പറഞ്ഞത്? അല്ലേ? acute renal failure അല്ലേ പറയുന്നത്? Dialysis may be used for patients who have recently lost kidney function. അതിന്റെ തന്നെ മറ്റൊരു പേരാണ് acute kidney injury അല്ലെങ്കിൽ AKI. ക്ലിയർ ആയോ? AKI എന്ന് ചോദിച്ചാലും ഇതിൽ കുറച്ചധികം ഷോർട്ട് ഫോംസ് പഠിക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് നോക്കി വെക്കണേ. AKIയുടെ ഷോർട്ട് ഫോം, അങ്ങനെ കുറച്ച് ഷോർട്ട് ഫോംസ് പഠിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഷോർട്ട് ഫോംസ് വരുന്നുണ്ട്. അപ്പൊ ആ ഷോർട്ട് ഫോംസ് ഒക്കെ ഒരുമിച്ച് ഒരു പേജിലൊക്കെ എഴുതി വെച്ചൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ചോദിക്കാറുണ്ട് ഈ ചാപ്റ്ററിന് ഷോർട്ട് ഫോംസ്. അപ്പൊ AKI എന്താ? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ആണ്. അപ്പൊ ഈ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി തന്നെയാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, ആ കൺഫ്യൂഷൻ മാറണം. നല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വായിക്കുന്ന സമയത്ത് അയ്യോ ഇത് തന്നെയാണല്ലോ അത്, അല്ലെങ്കിൽ ഇത് തന്നെയാണോ ഇത് എന്നൊക്കെ സംശയം വരും കേട്ടോ. അതുകൊണ്ടാണ് മിസ് പറയുന്നത് അക്യൂട്ട് റീനൽ ഫെയിലിയറും അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറഞ്ഞാലും AKI എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പൊ ഇവിടെ സഡൻ എപ്പിസോഡ് ഓഫ് കിഡ്നി ഫെയിലിയർ ഓർ കിഡ്നി ഡാമേജ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും കാരണത്താൽ അവരുടെ കിഡ്നി ഫെയിലിയർ ആവുന്നു അല്ലെങ്കിൽ കിഡ്നി ഡാമേജ് ആവുന്ന കണ്ടീഷനെയാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദാറ്റ് ഹാപ്പൻസ് വിത്തിൻ എ ഫ്യൂ അവേഴ്സ് ഓർ ഡേയ്സ്. ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിക്കുന്നതാവാം, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ സംഭവിക്കുന്നതാവാം അല്ലെ? ഒരു പാമ്പുകടി ഏറ്റു, കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവരുടെ ആ ഒരു കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടമാവാറില്ലേ? ആവില്ലേ? നല്ല രീതിയിലുള്ള പോയിസണസ് ആയിട്ടുള്ള സ്ലീപ്പ് ആണെന്നുണ്ടെങ്കിൽ ആവാം അല്ലെ? അപ്പൊ അത്തരത്തിൽ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിലോ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലോ സംഭവിക്കുന്നതാണ്, അല്ലാതെ കുറെ നാളുകളായിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള അസുഖമൊന്നും അല്ല. Then AKI is normally treated in a hospital setting with intravenous fluids given through the vein. Normal ആയിട്ട് നമുക്ക് ഇത്തരത്തില് ലോങ് ടേം ഉണ്ടാവുന്നതാണ് ക്രോണിക് കേട്ടോ. ലോങ് ടേം അല്ലെങ്കിൽ വിട്ടുമാറാത്ത അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നാളുകളായിട്ട് സ്ഥിരമായിട്ടുള്ളത് കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ
എന്താണ് നമുക്കൊരു AKI അല്ലെങ്കിൽ ഒരു അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി വന്നു കഴിഞ്ഞാല് നമുക്കത് നോർമലി നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് സാധാരണ നമ്മുടെ ഇഞ്ചക്ഷൻസ് ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ IV ഫ്ലൂയിഡ്സ് വഴി വെയിനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, മെഡിസിൻസ് കൊടുത്ത് ട്രീറ്റ് ചെയ്യാം. പക്ഷെ ചില കേസുകളിൽ ഇത് ക്രിട്ടിക്കൽ ആയി പോകും. അതായത് നമുക്ക് ഒട്ടും നമ്മുടെ കിഡ്നി പ്രവർത്തിക്കുന്നില്ല, നമ്മുടെ പ്രോസസ് അല്ലെങ്കിൽ എന്താണ് മറ്റ് റിമൂവ് പ്യൂരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും നടക്കാതെ വരുന്ന സന്ദർഭങ്ങളിൽ ഈ ഇഞ്ചക്ഷൻസ് കൊടുത്തിട്ടും അതത്ര ഫലിക്കുന്നില്ല എങ്കിൽ എത്തരത്തിലുള്ള ക്രിട്ടിക്കൽ കേസുകളിൽ നമ്മൾ ഡയാലിസിസ് തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓൾസോ ബി നെസസറി ഫോർ എ ഷോർട്ട് ടൈം. ഇവിടെ ഷോർട്ട് ടൈം ആയിട്ട് എന്ന് പറയുന്നത് എന്താ, ചിൽ ദ കിഡ്നി ഗെറ്റ്സ് ബെറ്റർ അല്ലെ, അവരുടെ അത് ടെമ്പററി ആയിട്ടല്ലേ സ്റ്റോപ്പ് ആയിരിക്കുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ഇപ്പൊ ഡയാലിസിസ് വേണമെന്നുണ്ടെങ്കിൽ ഡയാലിസിസ് ഒക്കെ നമ്മളൊരു ഷോർട്ട് ടേം ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കിഡ്നി എപ്പോഴാണ് ബെറ്റർ ആയിട്ട് നോർമൽ കണ്ടീഷനിലേക്ക് വരുന്നത് അപ്പോൾ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. മനസ്സിലായോ? ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്താലും ഫുൾ ടൈം ഇവര് ഡയാലിസിസിന് വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല. അവരുടെ കിഡ്നി എപ്പോഴാണോ ബെറ്റർ ആയി നോർമൽ കണ്ടീഷനിലേക്ക് വരുന്നത് അത്രയും നാള് മാത്രം നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ടെമ്പററി ആയിട്ടുള്ളത് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ക്ലിയർ ആയോ? അത് മനസ്സിലായ മാത്രമേ നിങ്ങൾ അടുത്തത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയട്ടെ. നെക്സ്റ്റ് കിഡ്നി ഫെയിലിയർ. കിഡ്നി ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ കാറ്റഗറി പഠിച്ചില്ലേ, ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പഠിച്ചില്ലേ. അത് തന്നെയാണ് കിഡ്നി ഫെയിലിയർ കേട്ടോ. രണ്ടാമത് തന്നെയാണ് ഇത് കേട്ടോ. ഇപ്പൊ കിഡ്നി ഫെയിലിയർ എന്ന് പറയാം, ക്രോണിക് എൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ ക്രോണിക് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയാം. അതുപോലെ തന്നെ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് ESKD എന്നൊക്കെ പറഞ്ഞാലും ഇത് തന്നെയാണ് കേട്ടോ. അതിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെന്ന് മാത്രം. അപ്പൊ ആസ് പെർ നാഷണൽ കിഡ്നി ഫൗണ്ടേഷൻ, എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ that when the kidneys are functioning at only 10 to 15% of their normal function. ഒരു കിഡ്നി പ്രവർത്തിക്കുന്ന നോർമൽ പ്രവർത്തനത്തിന്റെ ഒരു 10 മുതൽ 15% മാത്രമേ ഈ ഒരു കിഡ്നി ഫെയിലിയർ സംഭവിച്ച ആളുകളുടെ കിഡ്നി പ്രവർത്തിക്കുന്നുള്ളൂ. ബാക്കി ഫുള്ളും അവരുടെ നഷ്ടമായിന്ന്. മനസ്സിലായോ? 10 മുതൽ 15% മാത്രം പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ബോഡിയിലെ പ്യൂരിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പൂർത്തിയാവോ? ഇല്ല അല്ലെ. അപ്പൊ നമ്മുടെ ബോഡിയിലെ കിഡ്നി പ്രവർത്തിക്കുന്ന ഒരു 100% പ്രവർത്തിക്കുന്ന ഒരു കിഡ്നിയാണ്, അതായത് ഇതിൽ പ്രവർത്തിക്കുന്ന ആണെങ്കിൽ അതിൽ തന്നെ 10% 15% മാത്രമേ ഇവരുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്നുള്ളൂ. ബാക്കി പ്രൊസീജിയറിൽ ബാക്കിയുള്ള ആ ഫങ്ഷൻസ് ഒക്കെ അവർക്ക് നഷ്ടമായി പോയിരിക്കുന്നു. Then at this stage the kidney will not be able to keep you alive without extra help. അപ്പൊ ഇത്തരം സിറ്റുവേഷനിൽ നമ്മുടെ കിഡ്നിക്ക് മറ്റൊരു സഹായം ഇല്ലാതെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റോ? ഒരു സഹായം വേണ്ടേ? പ്യൂരിഫിക്കേഷന് വേണ്ടി ഒരു സഹായം വേണ്ടേ? വേണോ? വേണം അല്ലെ. അപ്പൊ ദിസ് ഈസ് ഓൾസോ നോൺ ആസ് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് ഓർ ESKD. അതിന്റെയും എക്സ്പാൻഡ് ഫോം ഒന്ന് നോക്കി വെച്ചേക്കണേ. ഇത് എപ്പോഴും ചോദിക്കാവുന്ന ഒരു എക്സ്പാൻഡ് ഫോം ആട്ടോ. ESKD അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്നുകൂടി നമുക്ക് ഈ ഒരു കണ്ടീഷനെ വിളിക്കാം. With kidney failure, dialysis only able to do some of the work of healthy kidney. ഒരു ഡയാലിസിസ് കൊണ്ട് നമ്മുടെ കിഡ്നി ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ. നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കിഡ്നി ചെയ്യുന്ന ചില വർക്കുകൾ നമുക്ക് ഡയാലിസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റിന്റെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ്സ് നോട്ട് ക്യൂർ ഫോർ കിഡ്നി ഡിസീസ്. ഡയാലിസിസ് ചെയ്യുന്നത് കൊണ്ട് കിഡ്നി ഡിസീസ് മാറ്റാൻ പറ്റുമോ? നമുക്ക് മാറ്റാൻ പറ്റുമോ? ക്യൂർ എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ആ ഒരു കിഡ്നി ഡിസീസിൽ അല്ലെങ്കിൽ ആ ഒരു ഡിസീസ് മാറ്റാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല കേട്ടാ. വിത്ത് ESKD the patient will require dialysis for the rest of your life. ഒന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതാവസാനം വരെയും ആ ഒരാള് ഡയാലിസിസ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഡയാലിസിസ് ചെയ്യുന്ന വേറെ ഒന്നുമില്ല, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നു, ബോഡിയിലുള്ള വേസ്റ്റസും ഫ്ലൂയിഡ്സും ഒക്കെ റിമൂവ് ചെയ്യും. ഈ ഒരു പ്രൊസീജിയർ മാത്രമേ നമുക്ക് അത്രയുമുള്ള ആ ഒരു കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഒരു ഡയാലിസിസ് വഴി ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അല്ലാതെ പൂർണ്ണമായിട്ട് നമ്മുടെ ബോഡിയിൽ ഒരു കിഡ്നി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര നാളെ നമ്മൾ ഈ ഒരു ഡയാലിസിസ് ചെയ്യും നമ്മുടെ ജീവിത അവസാനം വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡയാലിസിസ് ആവശ്യമായ സമയത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ല എങ്കിൽ നമുക്കൊരു ഓപ്ഷൻ എന്താ? ഏബിൾ ടു ഗെറ്റ് എ കിഡ്നി ട്രാൻസ്പ്ലാന്റ് അല്ലേ. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുക എന്നതാണ് നമ്മുടെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻ ആണ് ഒരു കിഡ്നി ഫെയിലിയർ, അതായത് ഒരു ക്രോണിക് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ ഉള്ളവർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇത് പെർമനന്റ് ആണ്.
അത് അക്യൂട്ട് എങ്ങനെയായിരുന്നു? ടെമ്പററിയാ, താൽക്കാലികമായിട്ടാണ്. നമ്മൾ ഷോർട്ട് ടേം ആയിട്ടാണ് നമ്മളിവിടെ ഡയാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്നത്. കിഡ്നി എപ്പോഴാണോ ഗെറ്റ് ബെറ്റർ ആയി വരുന്നത് അപ്പൊ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? എപ്പൊ സ്റ്റോപ്പ് ചെയ്യാം? ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം അല്ലെ? ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കാരണം അവിടെ ഓൾറെഡി അവർക്ക് പകരം ഒരു കിഡ്നി നമ്മളിവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പ്രവർത്തനങ്ങൾ നടത്തും എന്നുള്ളത് നമുക്ക് അറിയാം. അതേസമയം അല്ലാത്ത പക്ഷം നമ്മുടെ ലൈഫ് ടൈം ഉടനീളം എത്ര നാളെ നമ്മൾ ജീവിച്ചിരിക്കുന്നു അത്രയും നാള് നമ്മൾ ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആണോ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ വേഗം ഒന്നത് വായിച്ചു നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. എന്താണ് റിഷാന? എന്ത് പറ്റി? റിഷാനയല്ലേ ചോദിച്ചേ? റിഷാനയില്ലേ? റിഷാന ഒരു സ്മൈലിയുടെ ഒരു ഇതിട്ടു, അതുകൊണ്ടാണ് ചോദിച്ചത്. എന്തോ വിഷമിച്ച് പറയോ? അതാണ് ചോദിച്ചത്. റിഷാനയും ഉണ്ടല്ലേ? പേരൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ. ഡെയിലി അറ്റൻഡ് ചെയ്യുന്നവരുടെയൊക്കെ നമുക്ക് കുറച്ചൊക്കെ അറിയാം. ഓക്കെ, അപ്പൊ വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞു, ശരി. അപ്പൊ നമ്മൾ നെക്സ്റ്റിലേക്ക് പോവാണ് കേട്ടോ. ഭാഗം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ഭാഗമാണ് കേട്ടോ. ESKD എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ എക്സ്പാൻഡ് ഫോം കേട്ടോ. ഓക്കെ, ഇനി ഹൗ ഇറ്റ്സ് വർക്ക് എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, ശരി ശരി. Dialysis discharges some of the duties that kidney normally does to keep your body in balance. അപ്പോൾ നമുക്കറിയാം ഒരു ഡയാലിസിസ് discharges some of the duties അല്ലെ? കിഡ്നി ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ നമുക്ക് ഡയാലിസിന്റെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റും. ജസ്റ്റ് ടു കീപ് യുവർ ബോഡി ഇൻ ബാലൻസ്. നമ്മുടെ ബോഡി ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി. അല്ലാതെ കിഡ്നി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ നമ്മുടെ ബോഡിയില് നമ്മുടെ കിഡ്നി ചെയ്യുന്ന കുറെ അധികം ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ കിഡ്നി കുറെ ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ടോ? കിഡ്നി കുറെ ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡിയെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട്. ഉണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ ആ പറയുന്ന ഡ്യൂട്ടീസ് ആണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ, പ്രോപ്പർലി ഫങ്ഷനിങ് കിഡ്നീസ് പ്രിവെന്റ് എക്സ്ട്രാ വാട്ടർ, വേസ്റ്റ് ആൻഡ് അതർ ഇംപ്യൂരിറ്റീസ് ഫ്രം ഫൈലിംഗ് അപ്പ് ഇൻ ദ ബോഡി. ഫൈലിംഗ് എന്നാണ് കേട്ടോ. അപ്പൊ ഇവിടെ പ്രോപ്പർലി നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു കിഡ്നിയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു കിഡ്നി ആണെങ്കിൽ അത് എന്തിനേക്ക് തടയുന്നുണ്ട്? എക്സ്ട്രാ വാട്ടർ നമ്മുടെ ബോഡിയിൽ, എക്സ്ട്രാ വാട്ടർ ആയിക്കോട്ടെ, വേസ്റ്റ് ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ മാലിന്യങ്ങളോ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടുന്നതിനെ തടയുന്നുണ്ട്. തടയുന്നില്ലേ? കൃത്യമായിട്ട് അത് പ്യൂരിഫൈ ചെയ്ത് റിമൂവ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് അല്ലെ? ഉണ്ടോ? അപ്പൊ അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, they also help to control blood pressure and control the levels of chemical elements in the blood. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലഡിലുള്ള കെമിക്കൽ എലമെന്റ്സ്, അതായത് സോഡിയം, പൊട്ടാസ്യം പോലെയുള്ള നമ്മുടെ ബ്ലഡിലെ കെമിക്കൽ എലമെന്റ്സിന്റെ ലെവലും നിയന്ത്രിക്കുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ.
മൂന്നാമത്തെ ഫംഗ്ഷൻ, കിഡ്നി ഇവൻ ആക്ടിവേറ്റ് എ ഫോം ഓഫ് വിറ്റാമിൻ ഡി ദാറ്റ് എൻഹാൻസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. അതായത് കിഡ്നീസ് ഒരു ആക്റ്റീവ് ഫോം ഓഫ് വിറ്റാമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് വിറ്റാമിൻ ഡിയുടെ ഒരു ആക്റ്റീവ് ഫോം ആണ് കാൽസിട്രിയോൾ എന്ന് പറയുന്നത്. കിഡ്നിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു ഹോർമോൺ ആണ്. അത് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്? ഹെൽപ്പ് ടു റെഗുലേറ്റ് കാൽസ്യം ലെവൽ ഇൻ ദ ബ്ലഡ്. നമ്മുടെ ബ്ലഡിലുള്ള കാൽസ്യത്തിന്റെ ലെവലിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹോർമോൺ ആണ് കാൽസിട്രിയോൾ. അത് ഒരു വിറ്റാമിൻ ഡിയുടെ ആക്റ്റീവ് ഫോം ആണ്. അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കിഡ്നിയാണ്. അതാണ് കിഡ്നി ഇവൻ ആക്ടിവേറ്റഡ് ഫോം ഓഫ് വിറ്റാമിൻ ഡി. അതായത് ആക്ടിവേറ്റ് ചെയ്യുന്നു വിറ്റാമിൻ ഡിയുടെ ഒരു ആക്ടിവേറ്റ് ചെയ്യുന്ന ഫോമിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ആ ആക്ടിവേറ്റ് ചെയ്ത ഫോമാണ് കാൽസിട്രിയോൾ എന്ന് പറയുന്ന ഹോർമോൺ. അത് എന്തിനു സഹായിക്കുന്നതാണ്? നമ്മുടെ ബ്ലഡിലുള്ള കിഡ്നിയുടെ ആ ഒരു ബ്ലഡിലുള്ള കാൽസ്യത്തിന്റെ ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനും കാര്യങ്ങളും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ മൂന്നെണ്ണവും കിഡ്നി ചെയ്യുന്ന നമ്മുടെ ബോഡി ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് കിഡ്നി ചെയ്യുന്ന 3 ഫങ്ഷൻസ് ആണ്. ആ 3 ഫങ്ഷൻസ് ക്ലിയർ ആണോ? ഇപ്പൊ നമ്മുടെ ബോഡിയിലെ എക്സ്ട്രാ വാട്ടറോ വേസ്റ്റോ മറ്റു ഇമ്പ്യൂരിറ്റീസ് ഒന്നും അടങ്ങിക്കൂടാനായിട്ട് അനുവദിക്കുന്നില്ല. രണ്ടാമത്തത് നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. ബ്ലഡിലുള്ള സോഡിയം പൊട്ടാസ്യം പോലെയുള്ള കെമിക്കൽസ് എലമെന്റ്സിന്റെ ലെവൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. വിറ്റാമിൻ ഡിയുടെ ഒരു ആക്റ്റീവ് ഫോം ആയിട്ടുള്ള കാൽസിട്രിയോൾ അല്ലെങ്കിൽ ഒരു ഹോർമോണിനെ എന്ത് ചെയ്യുന്നുണ്ട്? ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. അതുവഴി നമ്മുടെ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനും വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ ബ്ലഡിലുള്ള കാൽസ്യത്തിന്റെ ആ ഒരു ലെവലിനെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പൊ 3 ഫങ്ഷൻസ് ക്ലിയർ അല്ലേ? ഇനി when kidneys are unable to perform this function due to disease or injury, നമുക്ക് എന്തെങ്കിലും പരിക്ക് പറ്റി ഇഞ്ചുറി പറ്റിയ ഭാഗമായിട്ട് കിഡ്നി ഫെയിലിയർ ആവാം അല്ലെ? കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ കുറച്ച് നാളത്തേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. ശരിയല്ലേ? എന്തെങ്കിലും ഇഞ്ചുറി പരിക്കുകൾ പറ്റുന്നതിന്റെ ഭാഗമായിട്ട് നഷ്ടപ്പെടാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്തിന്റെ ഭാഗമായിട്ട് കിഡ്നിക്ക് ഈ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. ഇറ്റ് ഈസ് ദ ഡയാലിസിസ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് ബോഡി റൺ ആസ് നോർമലി ആസ് പോസിബിൾ. അപ്പൊ നമ്മുടെ ബോഡിയിലെ ഈ പറയുന്ന സാധാരണ നമ്മുടെ ബോഡി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് നോർമലി എങ്ങനെയാണോ ബോഡി ചെയ്യുന്നത് അതേ രീതിയിൽ ബ്ലഡിലെ ആ ഒരു ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാനും വാട്ടർ വേസ്റ്റ് മുതലായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ എന്താണ് റിമൂവ് ചെയ്യാനൊക്കെ നമുക്ക് ഏത് ട്രീറ്റ്മെന്റ് സഹായകമാകും? ഡയാലിസിസ് സഹായമാകും. ഇനി നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പേഷ്യന്റ് അവർക്ക് കിഡ്നി പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു, കിഡ്നി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല എങ്കിൽ അവർ ഡയാലിസിസും ചെയ്യുന്നില്ലെങ്കിൽ എന്ത് പറ്റും? വിത്തൗട്ട് ഡയാലിസിസ് ആണെങ്കിലോ salt and other waste products will pile up in the blood. അല്ലെ? നമ്മുടെ ബോഡിയിലെ വേസ്റ്റും മറ്റ് ഫ്ലൂയിഡ്സ് ഒക്കെ എന്ത് ചെയ്യും? അടിഞ്ഞുകൂടില്ലേ? കൂടുവോ? റിമൂവ് ചെയ്ത് പോകുന്നില്ല അവിടുന്ന് അല്ലെ? അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ബോഡിയെ അത് പോയിസൺ ചെയ്യിക്കുന്നു, മറ്റു ഓർഗൻസിനെ കൂടി ഡാമേജ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കിഡ്നിക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഡയാലിസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റിലൂടെ ആ ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന ഇമ്പ്യൂരിറ്റീസ് വേസ്റ്റ് ഫ്ലൂയിഡ്സ് ഒക്കെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ഉപയോഗിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ക്ലിയർ ആണോ? ആ ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഒന്ന് വേഗം വായിച്ചു നോക്കാം കേട്ടോ. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കഴിഞ്ഞോ? ഓക്കെ, ശരി. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡയാലിസിസ്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ഭാഗത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ടൈപ്സ് ഓഫ് ഡയാലിസിസ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് ഉള്ളത്? അപ്പൊ നമുക്ക് പഠിക്കാനായിട്ട് 3 ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഹീമോ ഡയാലിസിസ്, സെക്കൻഡ് വൺ പെരിറ്റോണിയൽ ഡയാലിസിസ് ആൻഡ് തേർഡ് വൺ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി.
ഈ 3 ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് നമുക്ക് ഹീമോഡയാലിസിസ് നോക്കാം കേട്ടോ. ഹീമോഡയാലിസിസിനെ നമ്മൾ HD എന്നാണ് ഷോർട്ട് ആയിട്ട് വിളിക്കുക. അപ്പൊ ഇനി വരുന്ന ചില ഭാഗങ്ങളൊക്കെ നമ്മൾ HD എന്നുള്ള ടേം ആയിരിക്കും യൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ ആ HD എന്ന് പറയുമ്പോൾ അത് ഹീമോഡയാലിസിസ് ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കണേ. The most common type of dialysis is hemodialysis. നമ്മുടെ ഏറ്റവും മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. Hemodialysis is a method in which a dialysis machine has a special filter called an artificial kidney or a dialyzer is used. ഈ ഒരു ഹീമോഡയാലിസിസില് ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ടാവും, അതിനോടൊപ്പം ഒരു സ്പെഷ്യൽ ഫിൽറ്ററും ഉണ്ടാവും. ആ ഒരു ഡയാലിസിസ് മെഷീനെയും ആ സ്പെഷ്യൽ ഫിൽറ്ററിനെയും കൂടി നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഡയാലൈസർ. കാരണം എന്തുകൊണ്ടാ പേര് വന്നേ? ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാ മക്കളെ? എന്തുകൊണ്ടായിരിക്കും? ആ ഡയാലിസിസ് മെഷീനെയും ആ ഫിൽറ്ററിനെയും കൂടി നമ്മൾ ആ ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി എന്നൊരു പേര് വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ വിളിക്കുന്നത്? കിഡ്നി ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ലേ ഇവർ ചെയ്യാൻ പോകുന്നത്. അതെ, ആക്ട് കിഡ്നി അല്ലെ, ഒരു കിഡ്നി ചെയ്യുന്ന അതേപോലെയുള്ള പ്യൂരിഫിക്കേഷൻസും കാര്യങ്ങളും ഇവർ ചെയ്യുന്നത് കൊണ്ടാണ് അവർ നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഡയാലൈസർ എന്ന് വിളിക്കുന്നത് കേട്ടോ. Then the artificial kidney or hemodialyzer eliminate waste and surplus fluid from the blood. നമ്മുടെ ബ്ലഡിലുള്ള വേസ്റ്റ്സിനെയും എക്സ്ട്രാ ഫ്ലൂയിഡ്സിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? റിമൂവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. Then ഫിൽട്ടർ ചെയ്ത ആ ഒരു ബ്ലഡ് എന്ത് ചെയ്യുന്നു? Then send back to the body with the help of a dialysis മെഷീന്റെ സഹായത്തോടു കൂടി തന്നെ തിരികെ അവരുടെ ബോഡിയിലേക്ക് സെൻഡ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പൊ ബിഫോർ സ്റ്റാർട്ടിങ്, അപ്പൊ അത്രയും വരെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് അടുത്തത് വേറൊരു ടേം പറയുന്നത്. ഏറ്റവും മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹീമോഡയാലിസിസ് ആണ്. ഹീമോഡയാലിസിസ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഡയാലിസിസ് മെഷീനും ഒരു സ്പെഷ്യൽ ഫിൽറ്ററും അവിടെ ഉണ്ടായിരിക്കും. ഈ ഡയാലിസിസ് മെഷീനെയും സ്പെഷ്യൽ ഫിൽറ്ററിനെയും കൂടി നമ്മൾ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഹീമോഡയാലൈസർ എന്ന് നമുക്ക് വിളിക്കാം. ഈ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നു, അതിന്റെ ഉള്ള എക്സ്ട്രാ ഫ്ലൂയിഡ്സും വേസ്റ്റസും ഒക്കെ അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നു. ഇനി ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് തിരികെ ഇവരുടെ ബോഡിയിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടു കൂടി തന്നെ ആ ഒരു പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് സെൻഡ് ബാക്ക് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ശരി. ഇനി ബിഫോർ സ്റ്റാർട്ടിങ് ഹീമോഡയാലിസിസ്, ഒരു ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു മൈനർ സർജറി ആവശ്യമായിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും മൈനർ സർജറി? നിങ്ങൾ ഹീമോഡയാലിസിസ് ചെയ്ത പേഷ്യൻസിനെ കണ്ടിട്ടുണ്ടോ? അപ്പൊ അവരുടെ കൈയിലോ അല്ലെങ്കിൽ തുടയിലോ കഴുത്തിന്റെ ഭാഗത്തൊക്കെ ചെറിയ മുറിവ് ഉണ്ടാവാറുണ്ട്. അത് ഫിസ്റ്റുല അല്ലെ. അപ്പൊ അത് ഫിസ്റ്റുല അതിന്റെ പല പേരുകളിൽ അറിയപ്പെടുന്നത് ഒരു വാസ്കുലർ അസസ് സൈറ്റ് ഉണ്ടാക്കാൻ, അതായത് ഓപ്പണിംഗ് ഇൻടു വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽ. നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു ബ്ലഡ് വെസലിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ ആ ഒരു സൈറ്റിനെ നമ്മൾ വാസ്കുലാർ അസസ് സൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ആ ഒരു വാസ്കുലാർ അസസ് സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ബ്ലഡ് വെസലിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മൈനർ സർജറി ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണോ? അത് നോർമലി ഇൻ ദ പേഷ്യൻസ് ആണ്. സാധാരണ പേഷ്യൻസിന് കൈകളിലാണ് നമ്മൾ ആ ഒരു മൈനർ സർജറി ചെയ്യാറ്. ഇനി the access site is important to have എന്താണ് an easy way to get blood from the body. This access site is important to have easy blood from the body and through the dialyzer and back into the body. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു മൈനർ ആയിട്ടുള്ള ഒരു സർജറി ചെയ്തു, ബ്ലഡ് വെസലിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പത്തിൽ നമുക്ക് ബോഡിയിൽ നിന്ന് ബ്ലഡ് വലിച്ചെടുക്കാനും നമുക്ക് ആ ഒരു പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് എടുക്കാനും തിരിച്ച് പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞാൽ ബ്ലഡ് ബോഡിയിലേക്ക് കയറ്റാനും ഒക്കെ എളുപ്പത്തിൽ അല്ലെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വാസ്കുലാർ അസസ് സൈറ്റ് അല്ലെങ്കിൽ ഒരു എന്താണ് മൈനർ സർജറിയിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോ ഇനി ഈ വാസ്കുലാർ അസസ് സൈറ്റുകൾ പറഞ്ഞില്ലേ, അത് 3 എണ്ണമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വാസ്കുലാർ അസസ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഇൻടു വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽ, അതാണ് കേട്ടോ. അപ്പൊ ഈ വാസ്കുലാർ അസസ് സൈറ്റ് നമ്മൾ മൈനർ സർജറിയിലൂടെ ചെയ്യുമ്പോൾ നമുക്ക് 3 രീതിയിൽ ചെയ്യാം. ഒന്നാമതിലാണ് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല അല്ലെങ്കിൽ AV ഫിസ്റ്റുല. AV ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ഇസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആൻ ആർട്ടറി ആൻഡ് എ വെയിൻ.
ഒരു ആർട്ടറിയും വെയിൻ, പ്രധാനമായിട്ടും നമ്മുടെ പേഷ്യൻസിന്റെ ഹാൻഡ്സിലാണ് ചെയ്യാറ്, കൈകളിലാണ് ചെയ്യാറ്. കയ്യിൽ ചെയ്യാൻ പറ്റാതെ വരുന്ന കണ്ടീഷൻസ് കാലുകളിലേക്ക് പോവാറുണ്ട് കേട്ടോ. ഇനി വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, അത് നമ്മൾ അന്നേരം പഠിക്കാൻ വെച്ച് പറയാം. അപ്പൊ ഇവിടെ ഒരു ഫിസ്റ്റുല ചെയ്യാന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു AV ഫിസ്റ്റുല, ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് സാധാരണ പറയാറില്ല, AV ഫിസ്റ്റുല എന്ന് ഷോർട്ട് ചെയ്ത് തന്നെയാണ് നമ്മൾ പറയാറ് കേട്ടോ. ചോദിക്കാനുള്ള ഭാഗമാണ് കേട്ടത്. AV ഫിസ്റ്റുല എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടറിയും വെയിനും തമ്മിൽ ഒരു സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കുന്നതിനെയാണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. അത് മൈനർ സർജറിയിലൂടെ തന്നെയാണ് നമ്മൾ ഈ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. Often a fistula is created in the arm if the arteries in the arm and vein and arteries in the arm are not larger or healthy enough. It can also be put in the length. അപ്പൊ നമ്മുടെ കൈകളിലാണ് സാധാരണ പേഷ്യൻസിന്റെ ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്യുക. ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ കൈയിലെ ആർട്ടറീസ് നമ്മുടെ ചിലപ്പോ വലുതായിരിക്കില്ല, അല്ലെങ്കിൽ അത്ര ഹെൽത്തി ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാലുകളിൽ ചെയ്യാറുണ്ട്. Then it is the most natural access site as it's formed from blood vessels, so it has the rarest chance of infection and clotting. But AV fistula എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു, ഇവിടെ ഒരു സർജിക്കൽ കണക്ഷൻ നമ്മൾ മൈനർ സർജറിയിലൂടെ ആർട്ടറിയും വെയിനും തമ്മിൽ ഉണ്ടാകാണ്. ഇവിടെ എക്സ്ട്രാ എന്തെങ്കിലും കാര്യം നമ്മൾ കൊടുക്കുന്നുണ്ടോ, എന്തെങ്കിലും ട്യൂബ്, ഒന്നും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല, മറിച്ച് എന്ത് ചെയ്യുന്നു, നമ്മൾ ആർട്ടറിയും വെയിനും തമ്മിൽ ഒരു സർജിക്കൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യും. ആ താഴെ ഫോട്ടോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു സർജിക്കൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്ടോ. ആർട്ടറിയും വെയിനും തമ്മിൽ ഒരു മൈനർ സർജറിയിലൂടെ നമ്മളൊരു സർജിക്കൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു നാച്ചുറൽ അസിസ്റ്റൈറ്റ് ആണ് അല്ലെ. ബ്ലഡ് വെസലിൽ നിന്നുണ്ടായിരിക്കുന്ന നാച്ചുറൽ അസിസ്റ്റൈറ്റ് ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? AV ഫിസ്റ്റുലയാണ് കേട്ടാ. ആൻഡ് it has the rarest chance of infection and clotting. അതുകൊണ്ട് തന്നെ ഈ AV ഫിസ്റ്റുലയ്ക്ക് ഇൻഫെക്ഷൻ വരാനോ ക്ലോട്ടിംഗ് വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. മിക്ക പേഷ്യൻസിനും നമ്മൾ ചെയ്യുന്ന ഒരു അസിസ്റ്റൈറ്റ്, ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അസിസ്റ്റൈറ്റ് എന്ന് പറഞ്ഞാൽ AV ഫിസ്റ്റുലയാണ് കേട്ടോ. ക്ലിയർ ആണോ? അത് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായോ? ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തത് പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, ശരി. അടുത്തത് പറയട്ടെ. AV ഗ്രാഫ്റ്റ് കേട്ടാ. ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ്. അപ്പൊ AV ഫിസ്റ്റുല പഠിച്ചു, AV ഗ്രാഫ്റ്റ് ആണ് ഞാൻ അടുത്തത് പഠിക്കുന്നത്. പേര് മാറിപ്പോകരുത് കേട്ടോ. AV ഗ്രാഫ്റ്റ് is a kind of access used for hemodialysis. ഹീമോഡയാലിസിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു തരം അസിസ്റ്റൈറ്റ് ആണ് AV ഗ്രാഫ്റ്റ്. The graft is normally placed in the arm, but may be placed in the leg if needed. സാധാരണ ഗ്രാഫ്റ്റും ഇതുപോലെ തന്നെ നമുക്ക് കൈകളിലാണ് ചെയ്യാം. ഇനി കയ്യിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്കത് കാലിലും ചെയ്യാവുന്നതാണ്. And AV graft is the connection of vein and artery that uses a hollow synthetic tube, the actual graft. അപ്പൊ ആ ഒരു പേരിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ ആ പിക്ചറിൽ ഒന്ന് നോക്കിയ മക്കളെ, വെയിനും ആർട്ടറിയും തമ്മില് നേരിട്ടല്ല കണക്ട് ചെയ്തിരിക്കുന്നത്, മറിച്ച് എന്തുപയോഗിച്ചാ ഒരു ഫോളോ സിന്തറ്റിക് ട്യൂബ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക കേട്ടോ. അത് വെച്ചിട്ടല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത് ആണോ? ഫിസ്റ്റുലയിൽ നമ്മൾ നേരിട്ട് കണക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ പക്ഷേ ഈ ഫോളോ സിന്തറ്റിക് ട്യൂബ് ഉപയോഗിച്ചാണ് കണക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഗ്രാഫ്റ്റ് എന്ന് വിളിക്കാം. അതുകൊണ്ടാണ് ഇവിടെ AV ഗ്രാഫ്റ്റ് എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, മേജർ ഡിഫറൻസ് ആണ് കേട്ടോ അത്. ഇവിടെ നമ്മളൊരു ഫോളോ സിന്തറ്റിക് ട്യൂബ് ഉപയോഗിച്ചാണ് വെയിനും ആർട്ടറിയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു എൻഡ്, ആ ട്യൂബിന്റെ ഒരു എൻഡ് ഇവിടെ എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? അറ്റാച്ച്ഡ് ടു ആൻ ആർട്ടറി, ആൻഡ് ദ അതർ എൻഡ് ഓഫ് ദി ട്യൂബ് ഈസ് അറ്റാച്ച്ഡ് ടു എ വെയിൻ അല്ലെ. This connection result in the blood flowing from high pressure artery. ആർട്ടറിയിൽ എപ്പോഴും ഹൈ പ്രഷറിലും ഹൈ ഫ്ലോയിലായിരിക്കും ബ്ലഡ് പോകുന്നത്. അവിടെ നിന്നും എവിടേക്കാണ് കണക്ഷൻ? വെയിനിലേക്ക് അല്ലെ. അപ്പൊ അവിടെ നിന്നും ഇപ്പോഴും നമ്മൾ വെള്ളമൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഹൈ പ്രഷർ ഉള്ളിടത്ത് ലോ പ്രഷറിലേക്ക് അല്ലെ മൂവ് ചെയ്യാം, വാട്ടർ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് മൂവ് ചെയ്യുന്നത് അല്ലേ. ഹൈ പ്രഷറുള്ള സ്ഥലത്ത് നിന്ന് ലോ പ്രഷറുള്ളിടത്തേക്കല്ലേ മൂവ് ചെയ്യുള്ളൂ. അപ്പൊ അതേ രീതി ആ മെത്തേഡാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ട്യൂബിലൂടെ ഹൈ പ്രഷറിലുള്ള ഹൈ ഫ്ലോയിൽ പോകുന്ന ആർട്ടറിയിലുള്ള ബ്ലഡ് എന്ത് ചെയ്യും? ഈ ട്യൂബിലൂടെ ലോ പ്രഷറിലുള്ള ലോ ഫ്ലോയിൽ പോകുന്ന വെയിനിലേക്ക് എത്തും. അപ്പൊ ആ ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറയുന്ന ഡയാലിസിസ് പ്രൊസീജിയറിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് അല്ലെങ്കിൽ ആ ഫ്ലോ റേറ്റ് കിട്ടാൻ വേണ്ടി, നല്ലൊരു ഫ്ലോ റേറ്റ് കിട്ടാനും അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ആവശ്യമായ ഇനഫ് ബ്ലഡ് നമുക്ക് ലഭിക്കാനും ഇത് സഹായിക്കും.
And AV graft provide a solution for small or big veins. AV graft കൂടുതലും ചെയ്യുന്നത് ചെറിയ അല്ലെങ്കിൽ വളരെ വീക്ക് ആയിട്ടുള്ള വെയിൻസ് ഒക്കെയാണ്. നമുക്കൊന്നും വേറെ ചെയ്യാൻ പറ്റുന്ന ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ നമുക്ക് അവിടെ AV ഗ്രാഫ്റ്റ് ആയിരിക്കും ഉപയോഗിക്കാം. അപ്പൊ AV ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ്. ഇതും നമ്മുടെ ഒരു ഹീമോ ഡയാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരം അസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മള് എന്താണ് ചെയ്തത്, വെയിനും ആർട്ടറിയും തമ്മിൽ ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ഉപയോഗിച്ചാണ് കണക്ഷൻ ഉണ്ടാവുക. ഇവിടെ ഒരെഞ്ച് ആർട്ടറിയുമായിട്ടും ഒരെഞ്ച് വെയിനുമായിട്ടും കണക്റ്റഡ് ആവുന്നു. ഹൈ ഫ്ലോ ഹൈ പ്രഷറിലുള്ള ബ്ലഡ് ആർട്ടറിയിൽ നിന്നും ലോ പ്രഷറിലുള്ള വെയിനിലേക്ക് മൂവ് ചെയ്യും അല്ലെങ്കിൽ ഫ്ലോ ചെയ്യും. അപ്പൊ ആ ഒരു ഫ്ലോ റേറ്റ് നല്ല രീതിയിൽ കിട്ടുകയും ആവശ്യമായിട്ട് നമുക്ക് ഈ പ്രൊസീജിയർ ചെയ്യാൻ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇനഫ് ബ്ലഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുവഴി സപ്ലൈ ചെയ്യാനും അതുവഴി പ്രൊസീജിയർ നല്ല രീതിയിൽ ചെയ്യാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ AV ഗ്രാഫ്റ്റ് എന്ത് ചെയ്യാണ്, ഇതിനുള്ള സൊല്യൂഷൻ ആണ് സ്മോൾ അല്ലെങ്കിൽ വീക്ക് വെയിൻസിനുള്ള ഒരു നല്ല സൊല്യൂഷൻ ആണ്. ക്ലിയർ ആണോ? AV ഗ്രാഫ്റ്റ് മനസ്സിലായോ? മേജർ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും കേട്ടാ. ശരി, ഇനി മൂന്നാമത്തേതും കൂടി പറയാം, എന്നിട്ട് വായിക്കാൻ സമയം തരാം കേട്ടാ. വാസ്കുലാർ അസസ് കത്തീറ്റർ, മൂന്നാമത്തെ അസസ് സൈറ്റ് ആണ് വാസ്കുലാർ അസസ് കത്തീറ്റർ. It is a flexible tube that is placed in a large vein, usually in your neck. കഴുത്തിന്റെ ഭാഗങ്ങളിൽ ചെയ്തിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ചില പേഷ്യൻസിന് കഴുത്തിന്റെ അവിടെയൊക്കെ കെട്ടിവെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനിയൊക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെയൊക്കെ. അപ്പൊ ഇവിടെ കഴുത്തിന്റെ ഭാഗത്ത്, അതായത് ലാർജ് വെയിൻ, നമ്മുടെ നെക്കിന്റെ സാധാരണയായിട്ട് നമ്മുടെ നെക്കിന്റെ അവിടെയുള്ള ലാർജ് വെയിനില് ഒരു ഫ്ലെക്സിബിൾ ട്യൂബ് പ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു അസിസ്റ്റ് സൈറ്റ് ഉണ്ടാക്കി എടുക്കുന്നതിനെയാണ് വാസ്കുലാർ അസസ് കത്തീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഇത് എപ്പോഴും പറയുന്നുണ്ട് ഓൺലി ഫോർ ഷോർട്ട് ടേം ഹീമോഡയാലിസിന് വേണ്ടി മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇഫ് കിഡ്നി ഡിസീസ് ഹാസ് പ്രോഗ്രസ് റാപ്പിഡ്ലി, അതായത് അതെ സെൻട്രൽ ലൈൻ എന്ന് പറയും, ഇവിടെ പെട്ടെന്ന് നമുക്ക്, അതായത് ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു കിഡ്നി ഡിസീസ് വന്നു, പെട്ടെന്ന് അവരുടെ കിഡ്നിയുടെ ആ ഒരു ഡിസീസ് പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇത് വളരെ ക്രിട്ടിക്കൽ ആയി വിചാരിക്കാം. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരു AV ഫിസ്റ്റുലയോ AV ഗ്രാഫ്റ്റോ ഒന്നും ഉണ്ടാക്കാനുള്ള, കാരണം ഈ പറയുന്ന AV ഗ്രാഫ്റ്റ് ആണെങ്കിൽ AV ഫിസ്റ്റുലയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് ഒരു മൈനർ സർജറിയിലൂടെ ചെയ്യുന്നത് അല്ലെ, പറഞ്ഞില്ലേ? അപ്പൊ അത് റിക്കവർ ആവാൻ അല്ലെങ്കിൽ അത് റെഡി ആവാനായിട്ടും അതിനനുസരിച്ച് ഹീൽ ആവാൻ കുറച്ച് ദിവസം എടുക്കില്ലേ? എടുക്കും മക്കളെ, കുറച്ച് ദിവസം എടുക്കില്ലേ? നമുക്കൊരു മൈനർ സർജറി ആണെങ്കിൽ പോലും അത് ചെയ്ത് റെഡി ആവാൻ ഹീൽ ആവാനായിട്ട് കുറച്ച് സമയം എടുക്കില്ലേ? എടുക്കോ? അപ്പൊ അത് കുറച്ച് സമയം എടുക്കാതെ നമുക്ക് അതിലൂടെ ഈ പറയുന്ന ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റില്ല. അപ്പൊ അത്തരം ദിവസത്തേക്ക് നമുക്ക് ഇവിടെ ഇത്തരത്തിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റ്, പെട്ടെന്ന് വന്നിരിക്കുന്ന പേഷ്യന്റിന് നമുക്ക് അവിടെ അത് ഹീൽ ചെയ്ത് റെഡി ആവട്ടെ എന്ന് പറഞ്ഞ് വെക്കാൻ പറ്റുമോ? പേഷ്യന്റിന് ഉടനെ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അല്ലെ, ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ആരംഭിക്കേണ്ടതായിട്ട് വരും. സോ അത്തരം സന്ദർഭങ്ങളില് നമുക്ക് ഏത് മെത്തേഡ്, അതെ ഒരു 40 അതിന്റെയൊക്കെ ടൈം പീരീഡ് പഠിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ പറയാത്തത്. ടൈം പീരീഡ് ഇനി നമ്മൾ പഠിക്കുന്നുണ്ട്, എത്ര സമയം, എത്ര വീക്ക് അല്ലെങ്കിൽ എത്ര മാസം എന്നൊക്കെ ഉള്ളത് കണക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് നേരം പറഞ്ഞുതരാം. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ഈ മൂന്നെണ്ണത്തിന്റെ ഡിഫറൻസ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ഷോർട്ട് ടേം ഹീമോഡയാലിസിന് വേണ്ടി മാത്രമേ നമുക്ക് ഈ ഒരു വാസ്കുലർ അസസ് കത്തീറ്റർ പ്ലേസ് ചെയ്യുന്നത് പറ്റുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് അവിടെ അതിന് കുറെ റീസൺസും ഒക്കെ ഇനി നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത്രയും മാത്രം മനസ്സിലാക്കാം. ഒരു ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റ് ആരംഭിക്കണമെങ്കിൽ അവിടെ AV ഫിസ്റ്റുലയോ AV ഗ്രാഫ്റ്റോ റെഡി ആയിരിക്കണം. അപ്പൊ അത്തരത്തിലുള്ള റെഡി ആവാൻ കുറച്ച് സമയം എടുക്കും. അത് റെഡിയായി ഹീലായി അത് ആ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാല് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അസസ് സൈറ്റ് ആണ് വാസ്കുലർ അസസ് കത്തീറ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നെക്കിലുള്ള ലാർജ് വെയിനില് ഒരു ഫ്ലെക്സിബിൾ ട്യൂബ് പ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? മൂന്നെണ്ണം മനസ്സിലായോ? ഇതിന്റെ മൂന്നിന്റെയും ഡിഫറൻസ് എന്താന്ന് മനസ്സിലായോ? അപ്പൊ ബാക്കി രണ്ടും എങ്ങനെയായിരിക്കും? ഇത് ഷോർട്ട് ടേം ആണെങ്കിൽ അത് എങ്ങനെയായിരിക്കും? ലോങ് ടേം ആയിരിക്കും കേട്ടോ. ബാക്കി AV ഫിസ്റ്റുല ആണെങ്കിലും AV ഗ്രാഫ്റ്റ് ആണെങ്കിലും ലോങ് ടേം ആയിരിക്കും. ഷോർട്ട് ടേം ആയിട്ടുള്ളത് വാസ്കുലർ അസസ് കത്തീറ്റർ ആണ് കേട്ടോ. അപ്പൊ മൂന്നെണ്ണം വേഗം ഒന്ന് വായിച്ചു നോക്കി, അത് എന്താണ് ഡിഫറൻസുകൾ എന്ന് മനസ്സിലായാൽ മാത്രമേ നമ്മൾ ഇനി പറയുമോ അത് നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. അത് ഇമ്പോർട്ടന്റ് ഭാഗമാണ്.
വാസ്കുലർ റെസിസ്റ്റേറ്റർ മാത്രമാണ് ഷോർട്ട് ടേം കേട്ടോ. അതുകൊണ്ടാണ് ഇതിവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓൺലി ഫോർ ഷോർട്ട് ടേം ഹീമോഡയാലിസിസ്. ബാക്കി രണ്ടും ലോങ് ടേം ആണ്. അത് ഇനി പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മിസ് ആദ്യമേ അത് പറയാതിരുന്നത് കേട്ടോ. അതിന് പ്രത്യേകമായിട്ട് നമ്മൾ എടുത്ത് പറയുന്നുണ്ട് ഓരോ പാരഗ്രാഫില്. അതിന്റെ ആ ഒരു റിക്കവറി റെഡി ആവാനുള്ള ഹീൽ ചെയ്യുന്ന ടൈമും കാര്യങ്ങളൊക്കെ. വായിച്ചു കഴിഞ്ഞോ? എന്താണ് ഹീമോഡയലൈസറോ? ഹീമോഡയലൈസർ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. എന്തായിരുന്നു? ആ ഡയാലിസിസ് മെഷീൻ ആൻഡ് സ്പെഷ്യൽ ഫിൽറ്ററിനെ വിളിക്കുന്ന പേരാണ് ഹീമോഡയലൈസർ എന്ന് പറയാം, ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയാം കേട്ടോ. കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇവിടെ വരെ ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. അപ്പൊ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് പറഞ്ഞു തരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോ വായിച്ചിട്ട് വരാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇതൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത ഭാഗത്തേക്ക് വരുമ്പോ മനസ്സിലാവുള്ളൂ കേട്ടോ. പിന്നെ ഓരോ ടൈപ്പ് പറയുമ്പോഴും എളുപ്പമായിരിക്കും ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അത് ഇന്ന് വായിച്ച് വ്യക്തമാക്കിയിട്ട് വരാം കേട്ടോ. അപ്പൊ അത് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ മിസ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. ചോദിച്ചാൽ മതി. ഇപ്പൊ ടൈം കഴിഞ്ഞല്ലോ. ശരി. ആർട്ടറി വെയിൻസ് എന്താണ്? ധമനികളും സിരകളും പഠിച്ചിട്ടില്ലേ നമ്മള്? ധമനികള് സിരകള് അതാണ് അതിന്റെ മലയാളം. ആർട്ടറി ആൻഡ് വെയിൻസ് പഠിച്ചിട്ടില്ലേ? നമ്മുടെ ബ്ലഡ് വെസൽസിനെ നമ്മൾ ധമനികളും സിരകളുമായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. അത് തന്നെയാട്ടോ. ഓക്കെ ശരി, താങ്ക് യു.